10 ഗ്രാമിന് ലാഭം 7000 രൂപ. ഇന്ത്യയേക്കാൾ സ്വർണ്ണവില കുറവ് ദുബായില്. അതിന്റെ കാരണം ഇതാണ്. ദുബായ് കന്നഡ നടി റന്യ റാവു സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ്. ദുബായിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളം വഴി സ്വർണം കടത്തവെയാണ് അവര് പിടിയിലായത്. 15 കിലോയോളം സ്വർണമാണ് അവര് കൊണ്ടുവന്നത് എന്ന് ഡിആർഐ വൃത്തങ്ങൾ പറയുന്നു. സംഭവം രാഷ്ട്രീയമായി ചൂടുപിടിക്കുകയാണ് കർണാടകത്തിൽ. രാഷ്ട്രീയ നേതാക്കൾക്ക് സംഭവത്തിൽ പങ്കുണ്ട് എന്നാണ് ഒരു ആരോപണം. നടിയുടെ അച്ഛൻ ഉന്നത പോലീസ് ഓഫീസറാണ് എന്നതും ചർച്ച മറ്റൊരു തരത്തിൽ കൊഴുക്കാൻ കാരണമായി. എന്നാൽ ഇവിടെ പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് സ്വർണത്തിനു വേണ്ടി UAE ഇന്ത്യക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നത്? ഇന്ത്യയിലേക്കാൾ വില കുറവാണ് എന്നതു തന്നെ കാരണം. എത്ര വില കുറവുണ്ട് എന്ന് പറയാം. UAEയിലുള്ള സ്വർണത്തിന് ഇന്ത്യയിലേക്കാൾ പണിക്കൂലിയും നികുതിയും കുറവാണ് എന്നതാണ് വ്യത്യാസം. ഇതാണ് UAEയിലെ സ്വർണ്ണവില കുറയാൻ കാരണം. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെയും UAEയിലെയും സ്വർണ്ണവിലയിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. അന്ന് ഇന്ത്യയിൽ സ്വർണത്തിന്റെ നികുതി 15% പിന്നീട് കുറച്ചു. സ്വർണത്തിന്റെ ഇറക്കുമതി 15-ൽ നിന്ന് 6 ആക്കി കുറക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇതോടെ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതും UAEയിൽ നിന്ന് വാങ്ങുന്നതും തമ്മിലുള്ള വില വ്യത്യാസം കുറഞ്ഞു. എങ്കിലും UAEയിൽ തന്നെയാണ് വിലക്കുറവ്. 24 കാരറ്റ് സ്വർണം വച്ച് ഇക്കാര്യം വിശദീകരിച്ചാൽ വേഗത്തിൽ മനസ്സിലാക്കാം. ആദ്യം 24 കാരറ്റ് സ്വർണം എന്താണെന്ന് പറയാം. മറ്റു കാരറ്റിലുള്ള സ്വർണത്തിൽ ചെമ്പ് ഉൾപ്പെടുത്തിയാണ് ആഭരണങ്ങൾ നിർമ്മിക്കുക. എന്നാൽ 24 കാരറ്റ് സ്വർണത്തിൽ മറ്റു ലോഹങ്ങൾ ഉൾപ്പെടുത്തില്ല. സമ്പൂർണമായി സ്വർണമാകുമെന്ന് ചുരുക്കം. ഇന്ത്യയിൽ ഇന്ന് 24 കാരറ്റ് സ്വർണം ഗ്രാമിന് ശരാശരി വില 8750 രൂപയാണ്. 10 ഗ്രാമിന് 87,500 രൂപ. നികുതി കൂടി ചേരുമ്പോൾ 90,000 ആകും. UAE ദിർഹവും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള ഇന്നത്തെ വ്യത്യാസം 23.67 ആണ്. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 350 ദിർഹമാണ് വില. അതായത് രൂപയിലേക്ക് മാറ്റുമ്പോൾ ശരാശരി ഗ്രാം വില 8284 രൂപയും 10 ഗ്രാമിന് 82,840 രൂപയുമാകും. നികുതികളുടെ കടമ്പയില്ലാത്തതിനാൽ ഈ വിലയ്ക്ക് തന്നെ സ്വർണം വാങ്ങാനും പറ്റും. ഇന്ത്യയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 7000 രൂപ വ്യത്യാസമുണ്ട് എന്ന് ചുരുക്കം. ഇനി ദുബായ് ഗോൾഡ് സൂക്കിലെ വില പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ വില കുറയും. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവരുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. നിശ്ചിത പരിധി കഴിഞ്ഞുള്ള സ്വർണത്തിനാണ് നികുതി കൊടുക്കേണ്ടത്. പുരുഷന്മാർക്ക് 20 ഗ്രാം വരെ കൊണ്ടുവരുന്നതിന് തടസ്സമില്ല. സ്ത്രീകൾക്ക് 40 ഗ്രാം കൊണ്ടുവരാം. ആഭരണങ്ങൾക്ക് മാത്രമാണ് ഈ ഇളവ്. കോയിന്, ബാര് എന്നിവയ്ക്ക് ഇളവില്ല. ആഭരണങ്ങൾ മേൽപ്പറഞ്ഞ പരിധിക്ക് അപ്പുറമുണ്ടെങ്കിൽ 10 മുതൽ 12% വരെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും.